ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ഫങ്ഷൻസിനെ കുറിച്ചാണ്. ഫസ്റ്റും ഫോളോയിങ്. ഇത് കമ്പൈലർ ഡിസൈനിങ് എന്ന സബ്ജക്റ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫങ്ഷൻസ് ആണ്. First and follow are two functions associated with in the construction of a predictive parser. ഒരു predictive parserന്റെ കൺസ്ട്രക്ഷനിൽ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഫങ്ഷൻസ് ആണ് ഫസ്റ്റും ഫോളോയും. അപ്പോൾ ഫസ്റ്റും ഫോളോയും എങ്ങനെയാണ് കാണേണ്ടത് എന്ന് അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് എന്തായാലും നമ്മൾ പഠിക്കണം. നമുക്ക് ഫസ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റിൻ്റെ ഡെഫിനിഷൻ. ഫസ്റ്റ് ഓഫ് എ നോൺ ടെർമിനൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് റൂൾ, ഇഫ് എക്സ് ഈസ് എ ടെർമിനൽ ദെൻ ഫസ്റ്റ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. എക്സ് ഒരു ടെർമിനൽ ആണെങ്കിൽ, എക്സ് ഒരു ടെർമിനൽ, നമുക്കറിയാം ഗ്രാമറിലെ ടെർമിനൽസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും, ദെൻ പങ്ക്ച്വേഷൻസ്, അതെല്ലാം എന്താണ്? ഓപ്പറേറ്റേഴ്സ് ഒക്കെ എന്താണ്? ടെർമിനൽസ് ആണ്. അപ്പോൾ ടെർമിനൽസിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ആ ടെർമിനൽ തന്നെയായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് എക്സ്, ഈ എക്സ് എന്ന് പറയുന്നത് ഒരു ടെർമിനൽ ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് എക്സിൽ എന്താ വരുന്നത്? ആ ടെർമിനൽ തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ഓഫ് എ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടെർമിനലാണ്. ഫസ്റ്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. സെക്കൻഡ് റൂൾ, ഇഫ് എക്സ് ഗിവൺ ആബ്സിലോൺ ദെൻ ഫസ്റ്റ് ഓഫ് എക്സ് ഈക്വൽ ടു ആബ്സിലോൺ. ഇനി ഒരു പ്രൊഡക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സിൻ്റെ പ്രൊഡക്ഷൻ പാർട്ടിലെ ആബ്സിലോൺ ആണ്, റൈറ്റ് സൈഡിൽ ആബ്സിലോൺ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ഓഫ് ആബ്സിലോൺ ആണ്. ഫസ്റ്റ് ഓഫ് ആബ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ആബ്സിലോൺ. ഇനി ഫസ്റ്റ് കാണാനുള്ള തേർഡ് റൂളാണ്, ഇഫ് എക്സ് ഈസ് എ നോൺ ടെർമിനൽ. എക്സ് എന്ന് പറയുന്നത് നോൺ ടെർമിനൽ ആണെങ്കിൽ ആൻഡ് എക്സ് ഗീവ്സ് y1, y2, etc. yk is a production. അപ്പം എക്സ് എന്നുള്ളതൊരു പ്രൊഡക്ഷൻ, എക്സ് ഗീവ്സ് y1, y2, etc. yk ഇതൊരു പ്രൊഡക്ഷൻ. ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ദെൻ ഫസ്റ്റ് ഓഫ് എക്സ്, ഇത് ഫസ്റ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ആയിരിക്കും. എന്താ കണ്ടീഷൻ? ഇഫ് ഫോർ സം ഐ എ ഈസ് ദ ഫസ്റ്റ് ഓഫ് വൈ ഐ ആൻഡ് ആബ്സിലോൺ ഈസ് ഇൻ ഓൾ ഓഫ് ഫസ്റ്റ് ഓഫ് y1, ഫസ്റ്റ് ഓഫ് y2, etc. ഫസ്റ്റ് ഓഫ് വൈ ഐ മൈനസ് 1. അപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് എക്സ്, ഈ എക്സ് എന്ന് പറയുന്നത് ഒരു നോൺ ടെർമിനൽ ആണെങ്കിൽ നമുക്ക് ഈ പ്രൊഡക്ഷനിലെ റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ഓഫ്, ഈ റൈറ്റ് സൈഡാണ്, റൈറ്റ് സൈഡിലെ സ്ട്രിങ്സ് ആണ് വരുന്നത്. അതിലിപ്പോൾ y1 എന്നുള്ളൊരു ആദ്യത്തെ സ്ട്രിങ് എടുക്കുകയാണെങ്കിൽ അത് ആബ്സിലോൺ ആണെങ്കിൽ, ഇപ്പം നമുക്കറിയാലോ ഫസ്റ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഈ സെക്ഷനാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ആദ്യം വരുന്ന നോൺ ടെർമിനൽ y1 ആണ്. അതിൽ y1 ഇൻ കേസ് ആബ്സിലോൺ ആയി പോയിട്ടുണ്ടെങ്കിൽ അടുത്ത സ്ട്രിങ്ങിനെ നമുക്ക് എടുക്കാം, അതായത് y2, ഫസ്റ്റ് ഓഫ് y2 എന്ന് പറയുന്നതും ഒരു ആബ്സിലോൺ ആണെങ്കിൽ അടുത്ത സ്ട്രിങ്, അതായത് y3, അടുത്ത നോൺ ടെർമിനൽ y3, ഫസ്റ്റ് ഓഫ് y3 അതും ആബ്സിലോൺ ആയിട്ടുണ്ടെങ്കിൽ അടുത്ത നോൺ ടെർമിനൽ. അപ്പോൾ ഇവിടെ y1, y2, y3, etc. yi മൈനസ് 1 എല്ലാം ആബ്സിലോൺ ആണെങ്കിൽ, അതായത് ഫസ്റ്റ് ഓഫ് y1 ഫസ്റ്റ് ഓഫ് y2, etc. ഫസ്റ്റ് ഓഫ് yi മൈനസ് 1 എല്ലാം ആബ്സിലോൺ മാറിയിട്ടുണ്ടെങ്കിൽ അടുത്ത് വരുന്ന yi അത് ഒരു ടെർമിനൽ ആണെങ്കിൽ അതായിരിക്കും ഫസ്റ്റ് ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? വൈ ഐ, അതായത് ഫസ്റ്റ് ഓഫ് വൈ ഐയുടെ ആൻസർ ആണ് ഫസ്റ്റ് ഓഫ് എക്സ് ആയിട്ട് വരാം. അടുത്തത് നമുക്ക് ഫോളോ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഫോളോ ഓഫ് എ കാണാനുള്ള റൂൾസ് ആണ് ഈ 3. ഫോളോ ഓഫ് എ, ഇഫ് എ ഈസ് എ നോൺ ടെർമിനൽ. എന്ന് പറയുന്നത് ഇവിടെ ഒരു നോൺ ടെർമിനൽസ് ആണ്. നോൺ ടെർമിനൽ ആണെങ്കിൽ ഏതൊക്കെയാണ് റൂൾസ്? നമ്മളിങ്ങനെയാണ് ഫോളോ ഓഫ് എ കാണുന്നത്. പ്ലേസ് ഡോളർ ഇൻ ഫോളോ ഓഫ് എസ് വേർ എസ് ഈസ് സ്റ്റാർട്ട് സിമ്പിൾ ആൻഡ് ഡോളർ ഈസ് ദ ഇൻപുട്ട് റൈറ്റ് എൻഡ് മാർക്ക്. ഫോളോ ഓഫ് എസ് കാണാനാണെങ്കിൽ ഇതിൽ എസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ട് സിമ്പിൾ ആണെങ്കിൽ ഫോളോ ഓഫ് എസ്സിൽ എന്തുണ്ടായിരിക്കും എന്ന് പറയുന്നത്? ഡോളർ ഉണ്ടായിരിക്കും. നമുക്കറിയാം ഒരു ഗ്രാമറിൽ എപ്പോഴും ഒരു സ്റ്റാർട്ട് സിമ്പിൾ ഉണ്ടായിരിക്കും. ആ സ്റ്റാർട്ട് സിമ്പിളിൻ്റെ ഫോളോ ആണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഡോളർ
എന്നുള്ളൊരു ഇൻപുട്ട് റൈറ്റ് ആൻഡ് മാർക്ക് എൻട്രി ചെയ്യേണ്ടതായിട്ട് വരും. അത് ഡോളറാണ്. ഡോളറാണെങ്കിൽ ഡോളർ നമ്മളിടുക. വേറെ ഏതെങ്കിലും സിമ്പിൾസ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അപ്പം ജനറലി നമ്മൾ ഡോളറാണ് ഇടാറ്. ഫോൾ ഓഫ് എസ് ഈക്വൽ ടു ഡോളർ വന്നു. എപ്പോൾ എസ് എന്ന് പറയുന്നത് ഗ്രാമറിൻ്റെ സ്റ്റാർട്ട് സിമ്പിൾ ആണെങ്കിൽ. ദെൻ സെക്കൻഡ് റൂൾ ഒരു പ്രൊഡക്ഷനാണ്. എ ഗീവ്സ് ആൽഫ ബി ബീറ്റ. ഇവിടെ ആൽഫ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ്, ബീറ്റ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ്. ഇതിനെ സ്പെസിഫൈ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് നമ്മളൊരു നോൺ ടെർമിനൽ ബീനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോൾ ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? ഈ സ്ട്രിങ്ങിലെ ഈ റൈറ്റ് സൈഡിലെ സ്ട്രിങ്ങിലെ ഈ പ്രൊഡക്ഷനിലെ ഈ ഒരു നോൺ ടെർമിനലിൻ്റെ ഫോളോ എങ്ങനെയാണ് കാണുന്നത്? ഫോൾ ഓഫ് ബി ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് ബീറ്റ. ബീനെ ഫോളോ ചെയ്തത് ആരായിരിക്കും? തീർച്ചയായിട്ടും ഫസ്റ്റ് ഓഫ് ബീറ്റ ആയിരിക്കും അല്ലേ? ഇതിന് ഫോളോ ചെയ്തിട്ട് ഇവിടെയല്ലേ ഉണ്ടാവുക നോൺ ടെർമിനൽസിൻ്റെ. ഇവിടെ ഏതൊക്കെ നോൺ ടെർമിനൽസ് ഉണ്ടോ അതതിൻ്റെ ഫസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ കാണുന്നത് ബീറ്റ ജനറലി നമ്മൾ സ്ട്രിങ്സ് ആണ്. അതിൽ സ്ട്രിങ്സ് എന്ന് പറയുമ്പോൾ ടെർമിനൽസും നോൺ ടെർമിനൽസും വരാം. അപ്പം അങ്ങനെയാണെങ്കിൽ ബീറ്റയുടെ ഫസ്റ്റ് ഓഫ് ബീറ്റ ആണ് ഫോൾ ഓഫ് ബിയിൽ വരാം. എക്സെപ്റ്റ് ആബ്സിലോൺ. ആബ്സിലോൺ ഉണ്ടാവരുത്. ഇൻ കേസ് ആബ്സിലോൺ വരാണെങ്കിൽ ഫോൾ ഓഫ് ബിയിൽ ആരും കൂടെ എടുക്കേണ്ടി വരും, ഫോൾ ഓഫ് എയും കൂടെ എടുക്കേണ്ടി വരും. അതാണ് അടുത്ത റൂളായിട്ട് പറഞ്ഞിരിക്കുന്നത്. Consider two productions. A gives alpha b or A gives alpha b beta, where first of beta contains epsilon. First of ബീറ്റയിലെ epsilon ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ബീറ്റയിലെ epsilon ഉണ്ടെങ്കിൽ ഈ കേസിൽ ഫസ്റ്റ് ഓഫ് ബീറ്റയിലെ epsilon ഉണ്ടെങ്കിൽ ഫോൾ ഓഫ് ബിയിലെ എന്തും കൂടെ ഉണ്ടാവും എന്ന് പറയണേ? ഫോൾ ഓഫ് എയും കൂടെ വരും. ദെൻ എവറിത്തിങ് ഇൻ ഫോൾ ഓഫ് എ ഈസ് ഇൻ ഫോൾ ഓഫ് ബി. ഫോൾ ഓഫ് എയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഫോൾ ഓഫ് ബിയിലും വരും എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു പ്രൊഡക്ഷൻ ആയാലും ശരിയല്ല. ഇതിപ്പോൾ ആൽഫ ബി എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ബ്ലാങ്ക് ആണ് ഈ പ്രൊഡക്ഷനിൽ. ബിക്ക് ശേഷം ഒന്നുമില്ലെങ്കിൽ നമ്മളതിനെ ആബ്സിലോണായിട്ട് ആബ്സിലോണായിട്ട് ട്രീറ്റ് ചെയ്യും. അതുപോലെ ഈ കേസിൽ ബീറ്റ ആണ്. ബീറ്റ എന്നിട്ടുണ്ടെങ്കിലും സ്ട്രിങ്സ് ഉണ്ടെങ്കിലും അവിടെ ബീറ്റ ഇൻ കേസ് അതിൻ്റെ നെക്സ്റ്റ് പ്രൊഡക്ഷൻ ഇപ്പോൾ ഇവിടെ നോൺ ടെർമിനൽ ആണെങ്കിൽ ആ നോൺ ടെർമിനലിൻ്റെ പ്രൊഡക്ഷനിൽ ആബ്സിലോൺ വരാണെങ്കിൽ നെക്സ്റ്റ് ആബ്സിലോൺ ആണെന്നുണ്ടെങ്കിൽ ആ കേസിലൊക്കെയാണ് നമ്മൾ എന്തെടുക്കേണ്ടത്? ഫോൾ ഓഫ് ബിയിൽ എന്ത് വരും? ഫോൾ ഓഫ് എയും കൂടി വരുന്നത്. ഈ 3 റൂൾസാണ് ഫോൾ ഓഫ് എ കാണാനുള്ള, ഫോൾ ഓഫ് എ നോൺ ടെർമിനൽ കാണാനുള്ളത്. നമുക്ക് ആദ്യം ഒരു പ്രോബ്ലം നോക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് ആൻഡ് ഫോളോ ഫങ്ഷൻസ് ഫോർ ദ ഗിവൺ ഗ്രാഫ്. ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് ഈ പ്രൊഡക്ഷൻ നമ്മൾ എടുക്കുക. ആദ്യത്തെ പ്രൊഡക്ഷൻ എടുക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് എസ് എങ്ങനെ കാണും? ഫസ്റ്റ് ഓഫ് എസ് ഗീവ്സ് ഏതാണോ സ്ട്രിങ് റൈറ്റ് സൈഡിൽ വരുന്നത് പ്രൊഡക്ഷൻ്റെ ആ സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് നമ്മൾ ഈ ഒരു സ്ട്രിങ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യം വരുന്ന നോൺ ടെർമിനലാണ്. ഇവിടെ ആദ്യം വരുന്ന നോൺ ടെർമിനൽ ആണ് വരുന്നത് അല്ലേ? ഫസ്റ്റ് ഓഫ് എ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഫസ്റ്റ് ഓഫ് എയിലെങ്ങാനും ആബ്സിലോൺ വരാണെങ്കിൽ, ആബ്സിലോൺ മാത്രമാണ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് കാണുന്ന ടെർമിനലോ നോൺ ടെർമിനലിൻ്റെയോ ഫസ്റ്റ് കാണേണ്ടി വരും. ഇവിടെ നോക്കൂ, ഫസ്റ്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് എ നമ്മൾ അടുത്ത പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് എ എന്ന് പറയുന്ന ഇതിലേക്കാണ് ആബ്സിലോൺ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് എയിലെ ആബ്സിലോൺ ഉണ്ട്, ആബ്സിലോൺ ആണ് ഫസ്റ്റ് ഓഫ് എ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത സ്ട്രിങ് എടുക്കുകയാണ്. അടുത്ത സ്ട്രിങ് എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് ഫസ്റ്റ് ഓഫ് ഈ സ്ട്രിങ് ആണ്. അത് ഫസ്റ്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. ഓക്കെ, ഇനി അടുത്ത പ്രൊഡക്ഷൻ, രണ്ടാമത്തെ പ്രൊഡക്ഷൻ എടുക്കുക. എസ് ഗീവ്സ് അപ്പോൾ ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഈ സെക്ഷൻ. ഫസ്റ്റ് ഓഫ് ഈ സെക്ഷനിലെ ഫസ്റ്റ് ഓഫ് ബി. ഫസ്റ്റ് ഓഫ് ബിയിൽ ആബ്സിലോൺ വരാൻ പാടില്ല അല്ലേ? അപ്പോൾ നമ്മൾ ആബ്സിലോൺ മൈനസ് ചെയ്താൽ ഇവിടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ബി മൈനസ് ആബ്സിലോൺ എന്ന് പറഞ്ഞാൽ പിന്നെ ബി എന്താണ്? ബി ഗീവ്സ് ആബ്സിലോൺ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് ആബ്സിലോൺ ആണ്. ഫസ്റ്റ് ഓഫ് ആബ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്? ആബ്സിലോൺ ആണ്. അപ്പം അങ്ങനത്തെ കേസിൽ എന്ത് വരുന്നു? ഈ ഒരു സെക്ഷൻ്റെ ഫസ്റ്റ് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഈ സെക്ഷൻ അതിലെന്താണ്? ഫസ്റ്റ് ഓഫ് ബി ആണ്. ബി എന്ന് പറയുന്നത് എന്താ? സ്മോൾ ബി, ഒരു ടെർമിനൽ ആണ്. അങ്ങനെയാണെങ്കിൽ ബി വന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് എസിലെ ആരൊക്കെ വന്നു? എയും ബിയും വന്നു. ഇനി
ഫസ്റ്റ് ഓഫ് എ ഫസ്റ്റ് ഓഫ് എ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഓഫ് ആബ്സിലോൺ. ഫസ്റ്റ് ഓഫ് ആബ്സിലോൺ എന്താ? ആബ്സിലോൺ. ഫസ്റ്റ്ലി ആബ്സിലോൺ ആണ്. ഇനി അടുത്ത് ഫസ്റ്റ് ഓഫ് ബി. ഈ ഒരു പ്രൊഡക്ഷൻ എടുക്കാം. ഫസ്റ്റ് ഓഫ് ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ആബ്സിലോൺ. ഫസ്റ്റ് ഓഫ് ആബ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്? ആബ്സിലോൺ. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഗ്രാമറിലെ നോൺ ടെർമിനൽസിൻ്റെ ഫസ്റ്റ് ആണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഫോളോ കാണാം. ഫോളോയിൽ നമുക്ക് ആദ്യം കാണേണ്ടത് ഫോളോ ഓഫ് എസ് ആണ്. നമുക്കറിയാലോ ഈ ഗ്രാമറിൻ്റെ സ്റ്റാർട്ട് സിമ്പിൾ ഏതാണ്? എസ് ആണ് അല്ലേ? അപ്പോൾ എസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് സിമ്പിൾ ആയ കാരണം ഫോളോ ഓഫ് എസ്സിൽ ആര് വരും? ഡോളർ വരും. അതാണ് റൂൾ. ബൈ റൂൾ ഡോളർ വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫോളോ ഓഫ് എസ്സിൽ. ഏതാണ് കേസ്? എസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് സിമ്പിൾ ഓഫ് ദി ഗ്രാമർ ആണെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് ഫോളോ ഓഫ് എ കാണാം. ഫോളോ ഓഫ് എ കാണുമ്പോൾ ഫോളോസ് ഒക്കെ നമ്മൾ എടുക്കുന്നത് പ്രൊഡക്ഷൻ്റെ റൈറ്റ് സൈഡിലാണ് കേട്ടോ. അപ്പോൾ ഫോളോ ഓഫ് എ എന്ന് പറയുന്നത് എന്താ? ആദ്യത്തെ പ്രൊഡക്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫോളോ ഓഫ് എനെ ഫോളോ ചെയ്തു. ഇവിടെ ഒരു എ ഉണ്ട്, അതുപോലെ നമ്മൾ ഇവിടെയും കാണണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫോളോ ഓഫ് എനെ ഫോളോ ചെയ്തിട്ട് ആരെയല്ലേ നമുക്ക് കാണാം. റൂളിൽ എന്തായിരുന്നു അത്? ഫോളോ ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഈ സ്ട്രിങ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഫോളോ ഓഫ് എ എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ഓഫ് എ ആണ്. നമ്മൾ ഫസ്റ്റ് ഓഫ് എ മാത്രമല്ല വീണ്ടും ഒരു എ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന ഫസ്റ്റ് ഓഫ് എ ഫോളോ ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് ബി ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താ? ഒരു ടെർമിനൽ ആയ കാരണം എ. ഫസ്റ്റ് ഓഫ് ബി എന്ന് പറയുന്നത് എന്താ? ബി, സ്മോൾ ബി ടെർമിനൽ ആയ കാരണം ബി. ഈ സെറ്റിൽ എയും ബിയും ആണ് വരുന്നത്. ഇനി ഫോളോ ഓഫ് ബി കാണാം, ക്യാപിറ്റൽ ബി. അതിനു വേണ്ടി നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ്റെ ഈ ഒരു സെക്ഷനാണ്, ഈ റൈറ്റ് സൈഡാണ് നമ്മൾ നോക്കുന്നത്. എസ് ഗീവ്സ് ഈ ഒരു സെക്ഷൻ. ഇവിടെ നമുക്കൊരു പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് ആൻഡ് ഫോളോ ഫങ്ഷൻസ് ഫോർ ദ ഗിവൺ ഗ്രാമർ. ഇവിടെ ഒരു ഗ്രാമർ തന്നിട്ടുണ്ട്. ഈ ഗ്രാമറിൻ്റെ ഓരോ നോൺ ടെർമിനലിൻ്റെയും ഫസ്റ്റും ഫോളോവും കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താ? എസ് ഗീവ്സ് ഓപ്പൺ ബ്രാക്കറ്റ് എൽ ക്ലോസിംഗ് ബ്രാക്കറ്റ്. അതുപോലെ വേറൊരു പ്രൊഡക്ഷൻ ഉണ്ട്, എസ് ഗീവ്സ് എ. ശരിക്കും ഇത് രണ്ട് പ്രൊഡക്ഷനാണ് കേട്ടോ. ഗ്രാമറിൽ എസ് ഗീവ്സ് രണ്ട് പ്രൊഡക്ഷൻ ഉണ്ട് എസ്സിന്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താ? ആദ്യത്തെ പ്രൊഡക്ഷൻ എടുക്കാം. എസ് ഗീവ്സ് ഓപ്പൺ ബ്രാക്കറ്റ് എൽ ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഈ സെക്ഷൻ അല്ലേ? ഫസ്റ്റ് ഓഫ് ഈ സെക്ഷൻ എന്ന് പറയുന്നത് എന്താ? ആദ്യം കാണുന്നത് ഒരു ടെർമിനലാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ദി സെക്ഷൻ എന്ന് പറയുന്നത് ആദ്യം കാണുന്നത് ടെർമിനലാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടെർമിനലിലെ ആദ്യത്തെ എന്താണ്? ഓപ്പൺ ബ്രാക്കറ്റ്. ഇനി അടുത്ത പ്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് എ ആണ്. എ എന്ന് പറയുന്നത് വീണ്ടും ഒരു ടെർമിനലാണ്. അപ്പോൾ ആ ടെർമിനൽ എഴുതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് എസ് എന്ത് കിട്ടി? ഓപ്പൺ ബ്രാക്കറ്റും എന്നും കിട്ടി. ഇനി അടുത്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് എൽ. ഫസ്റ്റ് ഓഫ് എൽ എന്ന് പറയുന്നത് എന്താ? ഇതാണല്ലോ ആ പ്രൊഡക്ഷൻ. ഫസ്റ്റ് ഓഫ് എൽ. ഫസ്റ്റ് ഓഫ് എൽ പ്രൊഡക്ഷൻ അവർ പറയുന്നത് എന്താ? എസ് എൽ ഡാഷ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് എൽ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് എസ് എൽ ഡാഷ്. ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓപ്പൺ ബ്രാക്കറ്റ് എ. അപ്പം അത് തന്നെയാണ് ഫസ്റ്റ് ഓഫ് എല്ലിലും വരിക. ഇനി അടുത്തത് ഫസ്റ്റ് ഓഫ് എൽ ഡാഷ്. ഫസ്റ്റ് ഓഫ് എൽ ഡാഷ് എന്ന് പറയുന്നത് ഇവിടെയും രണ്ട് പ്രൊഡക്ഷൻ ഉണ്ട് എൽ ഡാഷിന്. ഈ ഒരു സെക്ഷനും ഈ ഒരു സെക്ഷനും. അപ്പോൾ ഫസ്റ്റ് ഓഫ് എൽ ഡാഷ് എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ഓഫ് ഈ സെക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഈ സെക്ഷനിൽ എന്താ വരുന്നത്? ഈ റൈറ്റ് സൈഡിലെ ആദ്യത്തെ പോർഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ടെർമിനലാണ് വരുന്നത് അല്ലേ? ആ ടെർമിനൽ കിട്ടി. ഇനി അടുത്ത പ്രൊഡക്ഷൻ എൽ ഡാഷ് ആബ്സിലോൺ. എൽ ഡാഷ് ഗീവ്സ് ആബ്സിലോൺ. അപ്പോൾ എൽ ഡാഷ് ഫസ്റ്റ് ഓഫ് എൽ ഡാഷ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ആബ്സിലോൺ. ഫസ്റ്റ് ഓഫ് ആബ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്? ആബ്സിലോൺ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് എൽ ഡാഷിൽ ആരൊക്കെയാണ്? കോമ ആൻഡ് ആബ്സിലോൺ. ഇനി നമുക്ക് ഫോളോ കാണാം. ഫസ്റ്റ് ഫോളോ ഓഫ് എസ് കാണാം. അതിൽ നോക്കൂ, ആദ്യം ഡോളർ വരും അല്ലേ? കാരണം എന്താ? എസ് എന്ന് പറയുന്നത് ഗ്രാമർ സിമ്പിളിൻ്റെ സ്റ്റാർട്ട് സിമ്പിളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഡോളർ ഇൻസേർട്ട് ചെയ്യണം. പിന്നെ ഫോളോ ഓഫ്
എസിൽ ഡോളർ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഓഫ് എൽ ഡാഷും കൂടെ വരും. കാരണം എന്താ, നമ്മൾ ഫോളോ ഓഫ് എസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്ഷനിൽ എസിനെ ഫോളോ ചെയ്ത് ആരുണ്ട്, എൽ ഡാഷ് ഉണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓഫ് എൽ ഡാഷ്, ഫസ്റ്റ് ഓഫ് എൽ ഡാഷ് കാണുമ്പോൾ എൽ ഡാഷിൽ ആബ്സിലോൺ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. മാത്രമല്ല എൽ ഡാഷിൽ ഫസ്റ്റ് ഓഫ് എൽ ഡാഷിൽ ആബ്സിലോൺ വന്നാൽ നമ്മൾ ഉടനെ തന്നെ ഫോളോ ഓഫ് എൽ എടുക്കണം എന്നാണ് റൂള്. അപ്പോൾ ഫോളോ ഓഫ് എല്ലും കൂടെ വന്നു. കൂടാതെ എൽ ഡാഷിന് വേറൊരു പ്രൊഡക്ഷൻ ഉണ്ട്. എൽ ഡാഷ് ഗീവ്സ് രണ്ടെണ്ണം ഉണ്ട്. എൽ ഡാഷ് ഗീവ്സ് ഈ ഒരു സെക്ഷനും എസ് എൽ ഡാഷ് ഗീവ്സ് ആബ്സിലോൺ. അപ്പോൾ എൽ ഡാഷ് ഗീവ്സ് ആബ്സിലോൺ എന്ന് പറയുന്നത് നമ്മൾ ഫോളോ ഓഫ് എൽ ഡാഷ് കാണുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് എൽ ഡാഷ് എന്ന് പറഞ്ഞിരുന്നു ഇവിടെ അല്ലേ. ഫസ്റ്റ് ഓഫ് എൽ ഡാഷിലാണ് നമ്മൾ ആബ്സിലോൺ വന്നപ്പോൾ ഫോളോ ഓഫ് എൽ എടുത്തത്. അതുപോലെ എൽ ഡാഷ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് എൽ ഡാഷ് എടുക്കുകയാണെങ്കിൽ അതിൽ ഓൾറെഡി ആബ്സിലോൺ വന്നിട്ടുണ്ട് ഇതിൽ ഈ ഒരു പ്രൊഡക്ഷനിൽ. അങ്ങനെയാണെങ്കിൽ എൽ ഡാഷ് എങ്ങനെയാണ് വന്നത് എന്നുണ്ടെങ്കിൽ എൽ ഡാഷ് ഗീവ്സ് ആബ്സിലോൺ എന്നുള്ളൊരു പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ ആബ്സിലോൺ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എൽ ഡാഷ് ഗീവ്സ് ആബ്സിലോൺ എന്ന് വരാണെങ്കിൽ അതിൻ്റെ എന്തെടുക്കണം, ഫോളോ എടുക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഫോളോ ഓഫ് എൽ ഡാഷും കൂടെ വന്നു. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് ടോട്ടൽ വരാം, ഡോളർ വരും. ഫസ്റ്റ് ഓഫ് എൽ ഡാഷിൽ എന്താണ് കോമ ഉണ്ട്, അപ്പോൾ കോമ വന്നു. പിന്നെ ഫോളോ ഓഫ് എൽ എന്ന് പറയുന്നത് എന്താ, ഫോളോ ഓഫ് എൽ എന്ന് പറയുന്നത് എല്ലിനെ ഫോളോ ചെയ്ത് ആരാണുള്ളത്, ഫസ്റ്റ് ഓഫ് ഈ സെക്ഷനിൽ. അങ്ങനെയാണെങ്കിൽ അത് ക്ലോസിംഗ് ബ്രാക്കറ്റ് വന്നു. ദെൻ അടുത്തത് ഫോളോ ഓഫ് എൽ കാണാം. ഫോളോ ഓഫ് എല്ലൊക്കെ നമ്മൾ ഇവിടെ കണ്ടതാണെങ്കിലും ഫോളോ ഓഫ് എല്ലിനെ ഫോളോ ചെയ്തിട്ട് ആരുള്ളത് ഇതാണല്ലേ, ഈ സൈഡിലാണ് നമ്മൾ നോക്കേണ്ട ഫോളോസ് എല്ലാം. ഫോളോ ഓഫ് എൽ എന്ന് പറയുമ്പോൾ ഇവിടെ ആരുള്ളത്, ഫോളോ ഓഫ് എൽ എന്ന് പറയുന്നത് എന്താ, ഈ സെക്ഷൻ. എല്ലിനെ ഫോളോ ചെയ്തിട്ട് ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഇത് ഫസ്റ്റ് ഓഫ് ഈ സെക്ഷനാണ് വരിക എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ ഫസ്റ്റ് ഓഫ് ഈ ടെർമിനലാണ്, ക്ലോസിംഗ് ബ്രാക്കറ്റാണ് 8. ഇനി എല്ലൊന്നും ഇവിടെ കാണാനില്ല, വേറെ എല്ലൊന്നും കാണാനില്ല. നമുക്ക് അടുത്ത് നോക്കാം. ഫോളോ ഓഫ് എൽ ഡാഷ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു എൽ ഡാഷ് ഉണ്ട് അല്ലേ, ഈ പ്രൊഡക്ഷനിലെ ഇവിടെ ഒരു എൽ ഡാഷ് ഉണ്ട്, ഇവിടെയുണ്ട്. നമ്മളിവിടെ എടുക്കുകയാണെങ്കിൽ ഫോളോ ഓഫ് എൽ ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ എന്താ, ബ്ലാങ്ക് ആണ്. മീൻസ് അതൊരു ആബ്സിലോൺ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കാണണം, ഇവിടെ ഒരു ആബ്സിലോൺ, ഫസ്റ്റ് ഓഫ് ഈ ഒരു ആബ്സിലോൺ എന്ന് പറയുന്നത് ആബ്സിലോൺ ആണ്. ഇത് ഫോളോ ഓഫ് എൽ ഡാഷിൻ്റെ ഒരു ആബ്സിലോൺ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ആ പ്രൊഡക്ഷൻ്റെ ഈ സൈഡ് ഫോളോ ഓഫ് എൽ കാണണം. ഫോളോ ഓഫ് എൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി നമുക്കറിയാം ഫോളോ ഓഫ് എല്ലിൽ ക്ലോസിംഗ് ബ്രാക്കറ്റ് ഉണ്ട്. ആ ക്ലോസിംഗ് ബ്രാക്കറ്റ് അതാണ് ആൻസർ. ഇനി അടുത്തത് എൽ ഡാഷ് ഗീവ്സ് ആബ്സിലോൺ ആണെങ്കിൽ ഇപ്പോൾ ആബ്സിലോൺ വന്ന കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോളോ ഓഫ് എൽ ആണ്, ഫോളോ ഓഫ് എൽ ഡാഷ് ആണ്. ഫോളോ ഓഫ് എൽ ഡാഷിൽ നമുക്കറിയാം ഫോളോ ഓഫ് എൽ ഡാഷ് എന്ന് പറയുമ്പോൾ ഫോളോ ഓഫ് എൽ എടുക്കേണ്ടി വരുന്നു. ഫോളോ ഓഫ് എൽ എന്ന് പറയുമ്പോഴും അതെന്താണ്, ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഫോളോ ഓഫ് എൽ ഡാഷിലും ഫോളോ ഓഫ് എല്ലിലും എന്താ വരുന്നത്, ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഇതൊക്കെയാണ് ഗ്രാമറിലുള്ള നോൺ ടെർമിനൽസിൻ്റെ ഫസ്റ്റും ഫോളോവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക.